പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1956-ൽ ഒരു ശബ്ദ സന്ദേശം പുറത്തിറങ്ങി. അത് ദശലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ ചിന്തകളെ നിയന്ത്രിക്കാനും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനും കാരണമായി. ആ ശബ്ദ സന്ദേശം കുറച്ച് ദിവസങ്ങൾ മുടങ്ങാതെ കേൾക്കുക മാത്രമാണ് അവർ ചെയ്തത്. ഏൾ നൈറ്റിംഗേലിന്റെ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ആ രഹസ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് മഹാനായ ഡോക്ടറും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഷീറ്റ്സുമായി ലണ്ടനിൽ അഭിമുഖം നടക്കുമ്പോൾ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ, എന്താണ് ആളുകളുടെ പ്രശ്നം? മഹാനായ ആ ഡോക്ടർ ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു, ലളിതമായി പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു സുവർണ കാലഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഉറ്റുനോക്കുന്ന, സ്വപ്നം കണ്ട, പ്രയത്നിച്ച ഒരു യുഗമാണിത്. ഒരുപക്ഷെ നമുക്കത് നിസ്സാരമായി തോന്നിയേക്കാം. എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങളുള്ള സമൃദ്ധമായ ഒരു ലോകത്ത് ജീവിക്കാൻ കഴിയുന്നതിൽ നാം ഭാഗ്യവാന്മാരാണ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 25 വയസ്സുള്ള 100 പേരെ എടുക്കാം. 65 വയസ്സാകുമ്പോഴേക്കും അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? 25 വയസ്സിൽ ജീവിതം ആരംഭിക്കുന്ന ഈ 100 പേരും തങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവരിൽ ആരോടെങ്കിലും വിജയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ വിജയിക്കണമെന്ന് അവർ നിങ്ങളോട് പറയും. ജീവിതത്തോടുള്ള ആവേശവും ഉത്സാഹവും കണ്ണുകളിലെ പ്രത്യേക തിളക്കവും ജീവിതയാത്രയിലെ വ്യക്തതയും അവനിൽ കാണുവാൻ കഴിയുമെന്ന് മാത്രമല്ല, ജീവിതത്തെ അവർ വളരെ രസകരമായ ഒരു സാഹസികതയായി കാണുന്നു എന്നും മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ 65 വയസ്സാകുമ്പോഴേക്കും ഈ 100 പേരിൽ ഒരാൾ സമ്പന്നനാകും, 4 പേർ സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കും, 5 പേർ ഇപ്പോഴും ജോലിക്കാരായിരിക്കും, 54 പേർ ഒരു പ്രയോജനവുമില്ലാത്തവരായി പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. ഇനി ഒരു നിമിഷം ചിന്തിക്കൂ, 100 പേരിൽ 5 പേർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. എന്തുകൊണ്ടാണ് അധികം പേരും പരാജയപ്പെടുന്നത്? അവർക്ക് 25 വയസ്സുള്ളപ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹത്തിന് എന്ത് സംഭവിച്ചു? സ്വപ്നങ്ങളും പ്രതീക്ഷകളും പദ്ധതികളും എന്തായി? ഈ മനുഷ്യർ ചെയ്യാൻ ഉദ്ദേശിച്ചതും അവർ യഥാർത്ഥത്തിൽ നേടിയതും തമ്മിൽ ഇത്ര വലിയ അന്തരം വന്നത് എന്തുകൊണ്ടാണ്? 5% വിജയം കൈവരിക്കുമെന്ന് പറയുമ്പോൾ വിജയത്തെ നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞ നിർവചനം ഇതാണ്: വിജയം എന്നത് ഉചിതമായ ഒരു ആദർശത്തിന്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. ഒരു മനുഷ്യൻ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും അവൻ ഇവിടേക്കാണ് പോകുന്നതെന്ന് അറിയുകയും ചെയ്യുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഒരു വിജയമാണ്. അവൻ അത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ ഒരു പരാജയമാണ്. ഉചിതമായ ഒരു ആദർശത്തിന്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ് വിജയം. വിഖ്യാത മനഃശാസ്ത്രജ്ഞനായ റോമോ മെയിൻ സെർച്ച് ഫോർ ഹിംസെൽഫ് എന്ന പേരിൽ പുസ്തകം എഴുതുകയുണ്ടായി. ഈ പുസ്തകത്തിൽ നമ്മുടെ സമൂഹത്തിൽ ധൈര്യത്തിന്റെ വിപരീതം ഭീരുത്വമല്ലെന്ന് അദ്ദേഹം പറയുന്നു. അത് അനുരൂപതയാണ്. ആളുകൾ എന്തിനാണ്, എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ എല്ലാവരെയും പോലെ പെരുമാറുന്നതാണ്. ഇനി ഒന്ന് ചിന്തിക്കുക, 65 വയസ്സും അതിൽ കൂടുതലുമുള്ള 40 ദശലക്ഷത്തിലധികം ആളുകളുണ്ട്. ഈ 40 ദശലക്ഷത്തിൽ ഏകദേശം 30 ദശലക്ഷം ജീവിതവും പരാജയപ്പെടുന്നു. ജീവിത ആവശ്യങ്ങൾക്കായി അവർ മറ്റൊരാളെ ആശ്രയിക്കുന്നു. സാധാരണഗതിയിൽ 7 വയസ്സാകുമ്പോഴേക്കും വായിക്കാൻ പഠിക്കുന്നു, 25 വയസ്സാകുമ്പോഴേക്കും ജീവിക്കാൻ പഠിക്കുന്നു. ഒട്ടുമിക്ക ആൾക്കാരും ആ സമയമാവുമ്പോഴേക്കും ജീവിതം നയിക്കുക മാത്രമല്ല, ഒരു കുടുംബത്തെ പോറ്റുക കൂടി ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ സമൂഹത്തിലെ എല്ലാവരെയും പോലെ അനുരൂപപ്പെട്ടു പോകുന്നു അഥവാ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു? കുഴപ്പം എന്തെന്നാൽ നമ്മൾ തെറ്റായ ശതമാനം ഗ്രൂപ്പിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് വിജയിക്കാത്ത 95% ആൾക്കാരെ പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആളുകൾ സമൂഹത്തോട് പൊരുത്തപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണെന്ന് ശരിക്കും അവർക്ക് തന്നെ അറിയില്ല. തങ്ങളുടെ ജീവിതം സാഹചര്യങ്ങളാൽ രൂപപ്പെട്ടതാണെന്ന് ഈ ആളുകൾ വിശ്വസിക്കുന്നു. ബാഹ്യശക്തികളാൽ അവരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതിനാൽ അവർ ബാഹ്യ സംവിധാനത്തിലുള്ള ആളുകളാണ്. ഒരിക്കൽ ജോലിയുള്ള പുരുഷന്മാരെയും ജോലിയില്ലാത്ത പുരുഷന്മാരെയും ചേർത്ത് ഒരുമിച്ചൊരു സർവേ നടത്തപ്പെട്ടു. അതിൽ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? എന്തിനാ രാവിലെ എഴുന്നേൽക്കുന്നത്? 20ൽ 19 പേർക്കും അറിയില്ല എന്നതായിരുന്നു ഉത്തരം. അവരോട് ചോദിച്ചാൽ അവർ പറയും, എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. ഇനി
നമുക്ക് ഈ വിജയത്തിന്റെ നിർവചനത്തിലേക്ക് തിരിച്ചു വരാം. ആരാണ് വിജയിക്കുന്നത്? ഉചിതമായ ഒരു ലക്ഷ്യം ക്രമാനുഗതമായി സാക്ഷാത്കരിക്കുന്ന മനുഷ്യൻ മാത്രമാണ് വിജയിക്കുന്നത്. ഞാൻ ഇതായി തീരാൻ പോകുന്നു എന്ന് പറയുന്ന മനുഷ്യനാണ് അവൻ തുടർന്ന് ആ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. വിജയിച്ച ആളുകൾ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂൾ അധ്യാപകനാണ് വിജയം. കാരണം അതാണ് അവൻ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഭാര്യയും അമ്മയും ആകാൻ ആഗ്രഹിച്ചതും അത് നന്നായി ചെയ്യുന്നതും കാരണം ഭാര്യയും അമ്മയുമായ ആ സ്ത്രീയാണ് വിജയം. ഒരു മികച്ച സെയിൽസ്മാൻ ആകാനും തന്റെ ഓർഗനൈസേഷനുമായി വളരാനും കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്ന വിജയകരമായ ഒരു സെയിൽസ്മാൻ ആണ് വിജയം. മനഃപൂർവ്വം മുൻകൂട്ടി നിശ്ചയിച്ച ജോലി ചെയ്യുന്ന ഏതൊരാളും വിജയമാണ്. കാരണം അതാണ് അവൻ മനഃപൂർവ്വം ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ 20-ൽ ഒരാൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വയം ഉണ്ടാക്കിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മത്സരവുമില്ല. മത്സരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് സൃഷ്ടിക്കുക എന്നതാണ്. 20 വർഷമായി ഞാൻ ഒരു മനുഷ്യന് എന്ത് സംഭവിക്കുമെന്ന് നിർണയിക്കുന്ന താക്കോൽ തിരയുന്നു. ഭാവിയെ നമുക്കൊരു വലിയ പരിധി വരെ പ്രവചിക്കാൻ കഴിയുന്ന ഒരു വാഗ്ദാനമായി മാറുന്ന ഒരു താക്കോൽ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുകയും അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുകയും ചെയ്താൽ അയാൾ വിജയിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു താക്കോൽ ഉണ്ടായിരുന്നു. ശരി, അത്തരമൊരു കീ ഉണ്ട്. ഞാൻ അത് കണ്ടെത്തി. ഇത്രയധികം ആളുകൾ പ്രത്യേകിച്ചൊന്നും നേടാതെ ഇത്ര കഠിനാധ്വാനം ചെയ്യുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും മറ്റുള്ളവർ കഠിനാധ്വാനം ചെയ്യുന്നില്ലെങ്കിലും എല്ലാം നേടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം. അവർക്കൊരു മാന്ത്രിക സ്പർശമുണ്ട്. അവർ ആരെയോ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നു. വിജയിക്കുന്ന ഒരു മനുഷ്യൻ വിജയിയായി തുടരുന്നത്, മറുവശത്ത് പരാജയപ്പെടുന്ന ഒരു മനുഷ്യൻ തുടർച്ചയായി പരാജയപ്പെടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ലക്ഷ്യങ്ങൾ മൂലമാണ്. നമ്മിൽ ചിലർക്ക് അവയുണ്ട്, ചിലർക്കതില്ല. ലക്ഷ്യങ്ങളുള്ള ആളുകൾ വിജയിക്കുന്നു. കാരണം അവർ എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്കറിയാം. ഉദാഹരണത്തിന് തുറമുഖം വിടുന്ന ഒരു കപ്പലിനെ കുറിച്ച് ചിന്തിക്കുക. മാപ്പ് ചെയ്ത് ആസൂത്രണം ചെയ്ത് അത് എവിടേക്കാണ് പോകുന്നതെന്നും എത്ര സമയമെടുക്കുമെന്നും ക്യാപ്റ്റനും ക്രൂവിനും കൃത്യമായി അറിയാം. അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. 100-ൽ 99% അത് എത്തേണ്ടയിടത്ത് എത്തും. ഇനി നമുക്ക് മറ്റൊരു കപ്പൽ എടുക്കാം. ആദ്യത്തേതുപോലെ അതിലൊരു ക്രൂവിനെയോ ഒരു ക്യാപ്റ്റനെയോ എടുത്തിട്ടില്ല. അതിന് ലക്ഷ്യമോ ലക്ഷ്യസ്ഥാനമോ നൽകിയിട്ടില്ല. നമ്മൾ അതിന്റെ എഞ്ചിനുകൾ ഓൺ ആക്കുകയും പോകാൻ അനുവദിക്കുകയും ചെയ്യുന്നു. തുറമുഖത്തിന് പുറത്തു പോയാൽ അത് ഏതെങ്കിലും വിജനമായ കടൽ തീരത്ത് മുങ്ങുകയോ കാറ്റടിച്ച് വീഴുകയോ ചെയ്യുമെന്നതിൽ നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് ഞാൻ കരുതുന്നു. ലക്ഷ്യസ്ഥാനവും മാർഗനിർദ്ദേശവും ഇല്ലാത്തതിനാൽ അതിന് ഒരിടത്തും പോകാൻ കഴിയില്ല. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു സെയിൽസ്മാനെ എടുക്കാം. നല്ല ഭാവിയുള്ള സെയിൽസ്മാനെ പോലെ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയില്ല. കാരണം ഈ പ്രൊഫഷനിൽ ഏറ്റവും മികവും ഒരു പ്രത്യേക ലക്ഷ്യവും ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന തൊഴിലാണ് സെല്ലിംഗ് അഥവാ വിൽപ്പന. എല്ലാ കമ്പനികൾക്കും മികച്ച വിൽപ്പനക്കാരെ ആവശ്യമുണ്ട്. നല്ല പ്രതിഫലവും അവർക്ക് നൽകുകയും ചെയ്യുന്നു. ആകാശം തന്നെയാണ് അവർക്ക് പരിധികൾ എന്ന് പറയാം. എന്നാൽ എത്ര പേരെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്താൻ കഴിയും? ഒരിക്കൽ ആരോ പറഞ്ഞു, മനുഷ്യരാശി സ്ഥിരതയുള്ളതാണ്. ശക്തനെ ജയിക്കുന്നതിൽ നിന്നോ ദുർബലനെ തോൽക്കുന്നതിൽ നിന്നോ തടയുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജീവിക്കാൻ ഇന്ന് എളുപ്പമായത്. ഇന്ന് ജീവിക്കാനും കുടുംബത്തെ പോറ്റാനും പ്രത്യേകിച്ച് കഴിവുകളോ ബുദ്ധിയുടെയോ ആവശ്യമില്ല. ഒരു വ്യക്തി തിരയുന്നത് സുരക്ഷിതത്വമാണെങ്കിൽ സുരക്ഷിതത്വം എന്ന് വിളിക്കുന്ന ഒരു പീഠഭൂമി നമുക്കുണ്ട്. എന്നാൽ നമ്മൾ തീരുമാനിക്കണം ഈ പീഠഭൂമിക്ക് മുകളിൽ എത്ര ഉയരത്തിലാണ് നാം ലക്ഷ്യമിടേണ്ടതെന്ന്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കഥയായ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യത്തിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ലക്ഷ്യങ്ങളുള്ള മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നത്, അതില്ലാത്തവൻ പരാജയപ്പെടുന്നതും? ശരി, അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തെ ഉടനടി മാറ്റിമറിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല. ഭാഗ്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്രമമായി സംഭവിക്കുകയും ഇപ്പോൾ മുതൽ നിങ്ങൾ മുൻപ് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളോ ആശങ്കകളോ ഉത്കണ്ഠയോ ഉണ്ടാകില്ല. സംശയം, ഭയം അവ പഴയ കാര്യങ്ങളായിരിക്കും. ഇത് വിജയത്തിലേക്കുള്ള താക്കോലും പരാജയത്തിന്റെ താക്കോലും. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി മാറുന്നു. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി മാറുന്നു. വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളും
ചരിത്രത്തിലുടനീളം മഹാജ്ഞാനികൾ, അധ്യാപകരും തത്വചിന്തകരും പ്രവാചകന്മാരും പരസ്പരം വിയോജിക്കുന്നുവെന്ന് കാണാൻ കഴിയും. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അവർ പൂർണ്ണവും ഏകകണ്ഠവുമായ യോജിപ്പിലുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതം അവന്റെ ചിന്തകൾ ഉണ്ടാക്കുന്നതാണ്. ബെഞ്ചമിൻ ഡിസ്രേലി പറഞ്ഞു, ഒരു മനുഷ്യൻ കാത്തിരുന്നാൽ അവനിലേക്ക് എല്ലാം വരും. ദീർഘമായ ധ്യാനത്തിലൂടെ സ്വയം എനിക്ക് ബോധ്യപ്പെട്ടത് സുസ്ഥിരമായ ഒരു ലക്ഷ്യമുള്ള ഒരു മനുഷ്യൻ അത് നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതിന്റെ പൂർത്തീകരണത്തിനായുള്ള ആഗ്രഹത്തെ യാതൊന്നിനും എതിർക്കാൻ കഴിയില്ല. റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞു, ദിവസം മുഴുവൻ ഒരു മനുഷ്യൻ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് അയാൾ. വില്യം ജെയിംസ് പറഞ്ഞു, എന്റെ തലമുറയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മനസ്സിന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് മനുഷ്യർക്ക് അവരുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും എന്നതാണ്. അദ്ദേഹം ഇതും പറഞ്ഞു, നിങ്ങൾ ഒരു ഫലത്തിനായി മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾ അത് തീർച്ചയായും കൈവരിക്കും. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സമ്പന്നനാകും. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിക്കും. നിങ്ങൾ നന്നാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നന്നായിരിക്കും. ഒരേ സമയം നൂറുകണക്കിന് മറ്റു കാര്യങ്ങൾ ആഗ്രഹിക്കാതെ ലഭിക്കേണ്ട കാര്യം മാത്രം പ്രത്യേകം ആഗ്രഹിക്കുക. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ഡോക്ടർ നോർമൻ വിൻസെന്റ് പീലെ പറഞ്ഞു, ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിയമങ്ങളിൽ ഒന്നാണ്. വളരെ ചെറുപ്പത്തിൽ ഞാൻ അത് കണ്ടെത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ വളരെ കാലം കഴിഞ്ഞാണ് അത് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിനെ കുറിച്ച് വലിയ കണ്ടെത്തലിന് ശേഷം ഏറ്റവും വലിയ കണ്ടെത്തലായി ഞാൻ ഇത് കണ്ടെത്തി. മഹത്തായ ഈ നിയമം സംക്ഷിപ്തമായും ലളിതമായും പ്രസ്താവിച്ചു. നിങ്ങൾ നിഷേധാത്മകമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. സമൃദ്ധിയുടെയും വിജയത്തിന്റെയും അതിശയകരമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ലളിതമായ വസ്തുത അതാണ്. 2 വാക്കുകളിൽ പറഞ്ഞാൽ വിശ്വസിക്കുക, വിജയിക്കുക. വില്യം ഷേക്സ്പിയർ ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ സംശയങ്ങൾ രാജ്യദ്രോഹികളാണ്. പരീക്ഷിക്കാൻ ഭയന്ന് പലപ്പോഴും നേടിയേക്കാവുന്ന നന്മകൾ നഷ്ടപ്പെടുത്തുന്നു. ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞു, ആളുകൾ എപ്പോഴും അവരുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഈ ലോകത്ത് മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് പ്രവർത്തിച്ചു. അവർ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നവരാണ്. അവർക്ക് അത് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവർ അത് സൃഷ്ടിക്കുന്നവരുമാണ്. ശരി, ഇത് വളരെ വ്യക്തമാണ് അല്ലേ? ഇത് കണ്ടെത്തിയ ഓരോ വ്യക്തിയും കുറച്ച് സമയത്തേക്ക് ഇത് ആദ്യം പ്രവർത്തിച്ചത് താനാണെന്ന് വിശ്വസിച്ചു. നാം എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരുന്നു. മൂർത്തവും മൂല്യവത്തുമായ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി അതിൽ എത്തിച്ചേരാൻ പോകുന്നുവെന്നത് ഇപ്പോൾ യുക്തിസഹമാണ്. കാരണം അതാണ് അവൻ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതായി തീരുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ഒരു ലക്ഷ്യവുമില്ലാത്ത, താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്ത, ആശയക്കുഴപ്പം, ഉത്കണ്ഠ, ഭയം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകളാൽ അവന്റെ ജീവിതത്തിൽ നിരാശയുടെയും ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും ആകുലതയുടെയും വിത്ത് പാകുന്നു. അവൻ ഒന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ അവൻ ഒന്നുമായി തീരുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ശരിയാവുന്നത്? എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് നാം അത് ആയിത്തീരുന്നത്? നമുക്ക് അറിയാവുന്നിടത്തോളം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് മനുഷ്യ മനസ്സിന് സമാന്തരമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കർഷകന് കുറച്ച് ഭൂമിയുണ്ടെന്ന് കരുതുക. മാത്രമല്ല നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ്. ആ ദേശത്ത് അവൻ ഇഷ്ടമുള്ളതെന്തും നടാം. ഭൂമി അത് കാര്യമാക്കുന്നില്ല. തീരുമാനം എടുക്കേണ്ടത് കർഷകനാണ്. ഇപ്പോൾ ഓർക്കുക, നമ്മൾ മനുഷ്യ മനസ്സിനെ ഭൂമിയായി താരതമ്യപ്പെടുത്തുന്നു. കാരണം ഭൂമിയെപ്പോലെ മനസ്സും നിങ്ങൾ അതിൽ നടുന്നത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ നടുന്നത് അത് തിരികെ നൽകും. പക്ഷെ നിങ്ങൾ നടുന്നത് അത് കാര്യമാക്കുന്നില്ല. കർഷകന്റെ കയ്യിൽ 2 വിത്തുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന് ധാന്യത്തിന്റെ വിത്ത്, മറ്റൊന്ന് മാരകമായ ഒരു വിഷച്ചെടി. അവൻ ഭൂമിയിൽ 2 ചെറിയ ദ്വാരങ്ങൾ കുഴിച്ച് 2 വിത്തുകൾ നടുന്നു. ഒന്നിൽ ധാന്യം, മറ്റൊന്നിൽ വിഷച്ചെടി. അവൻ കുഴി മൂടി വെള്ളവും നനച്ചു, ഭൂമിയെ പരിപാലിച്ചു. പിന്നെന്ത് സംഭവിക്കും? ഒരു മാറ്റവുമില്ല. നട്ടത് ഭൂമി തിരികെ നൽകും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ വിതയ്ക്കുന്നതെന്തോ അത് കൊയ്യും. ഓർക്കുക, ഭൂമി അത് ശ്രദ്ധിക്കുന്നില്ല. അത് ധാന്യം പോലെ തന്നെ അത്ഭുതകരമായ സമൃദ്ധിയിൽ വിഷം തിരികെ നൽകും. അങ്ങനെ 2 ചെടികൾ ഉയർന്നു വരുന്നു, ഒരു ധാന്യം, ഒരു വിഷം. ഇപ്പോൾ
മനുഷ്യ മനസ്സ് ഭൂമിയേക്കാൾ വളരെ ഫലഭൂയിഷ്ഠവും അവിശ്വസനീയവും നിഗൂഢവുമാണ്. പക്ഷെ അത് അതേ രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ വിജയവും പരാജയവും നട്ടു വളർത്തുന്നത് അത് കാര്യമാക്കുന്നില്ല. ഒരു മൂർത്തമായ മൂല്യവത്തായ ലക്ഷ്യം അല്ലെങ്കിൽ ആശയക്കുഴപ്പം, തെറ്റിദ്ധാരണ, ഭയം, ഉത്കണ്ഠ തുടങ്ങിയവ. എന്നാൽ എന്താണോ നാം നട്ടുപിടിപ്പിക്കുന്നത് അത് നമ്മിലേക്ക് തിരികെ എത്തും. ഭൂമിയിലെ പര്യവേഷണം ചെയ്യപ്പെടാത്ത അവസാനത്തെ വലിയ ഭൂഖണ്ഡമാണ് മനുഷ്യ മനസ്സെന്ന് നിങ്ങൾ കാണുന്നു. നമ്മുടെ വന്യമായ സ്വപ്നങ്ങൾക്കപ്പുറമുള്ള സമ്പത്ത് അതിൽ അടങ്ങിയിരിക്കുന്നു. നാം നേടാൻ ആഗ്രഹിക്കുന്നതെന്തും അത് തിരികെ നൽകും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, അത് ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ മനസ്സ് കൂടുതൽ ഉപയോഗിക്കാത്തത്? അതിനുള്ള ഉത്തരം അവർ കണ്ടെത്തിയെന്ന് ഞാൻ കരുതുന്നു. ജനന സമയത്ത് നമ്മുടെ മനസ്സ് സാധാരണ ഉപകരണമായി വരുന്നു. ഇത് സൗജന്യമാണ്. കൂടാതെ നമുക്ക് വെറുതെ കിട്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വില കുറച്ചു കൊടുക്കുന്നു. നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന കാര്യങ്ങൾ നമുക്ക് വിലമതിക്കുന്നതാണ്. അതിന് നേരെ വിപരീതമാണ് ശരി എന്നതാണ് വിരോധാഭാസം. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ മൂല്യവത്തായതെല്ലാം നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരം, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ, ബുദ്ധി, കുടുംബത്തോടും കുട്ടികളോടും സുഹൃത്തുക്കളോടും ഉള്ള സ്നേഹം, ഈ അമൂല്യമായ സ്വത്തുക്കളെല്ലാം തന്നെ സൗജന്യമായി ലഭിച്ചതാണ്. എന്നാൽ ഞങ്ങൾക്ക് പണം ചിലവാക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വളരെ വില കുറഞ്ഞതും എപ്പോൾ വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാവുന്നതുമാണ്. ഒരു നല്ല മനുഷ്യൻ പൂർണ്ണമായും മാറുവാനും മറ്റൊരു ഭാഗ്യം ഉണ്ടാക്കുവാനും കഴിയും. അയാൾക്ക് അത് പലതവണ ചെയ്യാൻ കഴിയും. നമുക്ക് വീട് കത്തി നശിച്ചാലും നമുക്കത് പുനർനിർമ്മിക്കാം. എന്നാൽ നമുക്ക് വെറുതെ കിട്ടിയ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. നമ്മൾ അതിനെ നിസ്സാരമായി കാണുന്നത് കൊണ്ട് മനുഷ്യ മനസ്സ് ഉപയോഗിക്കുന്നില്ല. പരിചിതത്വം അവജ്ഞയെ വളർത്തുന്നു. നമ്മൾ ഏൽപ്പിക്കുന്ന ഏത് തരത്തിലുള്ള ജോലിയും ഇതിന് ചെയ്യാൻ കഴിയും. എന്നാൽ പൊതുവായി പറഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട ജോലികൾക്ക് പകരം ചെറിയ ചെറിയ ജോലികൾക്കായി നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. നമ്മളിൽ ഭൂരിഭാഗവും നമ്മുടെ കഴിവിന്റെ 10% ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റികൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ സ്ഥാപിക്കുക. നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും നിങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണിത്. നിങ്ങൾക്ക് ഒരു മികച്ച വിൽപ്പനക്കാരനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രത്യേക ജോലിയിൽ മികവ് പുലർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനിയിലെ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ സ്ഥലങ്ങളിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ആ വിത്ത് നിങ്ങളുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുക, പരിപാലിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിനായി സ്ഥിരമായി പ്രവർത്തിക്കുക. അത് യാഥാർത്ഥ്യമാകും. അത് സംഭവിക്കും എന്ന് മാത്രമല്ല, സംഭവിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. സർ ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമങ്ങൾ പോലെ ഇതൊരു നിയമമാണ്. നിങ്ങൾ ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി താഴേക്ക് ചാടുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും താഴേക്ക് തന്നെ പോകും. നിങ്ങൾ ഒരിക്കലും മുകളിലേക്ക് പോകില്ല. കൂടാതെ പ്രകൃതിയുടെ മറ്റെല്ലാ നിയമങ്ങളിലും ഇത് സമാനമാണ്. അവ എപ്പോഴും പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ശാന്തവും പോസിറ്റീവുമായ രീതിയിൽ ചിന്തിക്കുക. ഈ ലക്ഷ്യം ഇതിനകം നേടിയതായി നിങ്ങളുടെ മനസ്സിന്റെ കണ്ണിൽ സ്വയം ചിത്രീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതായി കാണുക. നമ്മുടേത് ഫീനോമോർബിറ്റൽ യുഗമാണ്. അൾസറുകളുടെയും നാഡീ തകരാറുകളുടെയും യുഗം. വൈദ്യശാസ്ത്ര ഗവേഷണം നമ്മെ നല്ല ആരോഗ്യത്തിന്റെയും ദീർഘായുസിന്റെയും ഒരു പുതിയ പീഠഭൂമിയിലേക്ക് ഉയർത്തുന്ന ഈ സമയത്ത് ചില മഹത്തായ നിയമങ്ങൾ പഠിക്കാതെ തന്നെ സ്വന്തം ചെറിയ വ്യക്തിപരമായ വഴികളിൽ കാര്യങ്ങളെ നേരിടാൻ ശ്രമിച്ചുകൊണ്ട് നമ്മളിൽ പലരും സ്വയം വിഷമിക്കുന്നു. നമ്മൾ ശീലിച്ച ചിന്താരീതിയിലൂടെ ഈ കാര്യങ്ങൾ നാം സ്വയം കൊണ്ടുവരുന്നു. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകളുടെ ആകെത്തുകയാണ്. കാരണം ഒരുവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവൻ ശരിക്കും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണോ അവൻ കൃത്യം അവിടെ ആയിരിക്കും. നമ്മൾ ഓരോരുത്തരും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുടെ ഫലങ്ങളിൽ നിന്ന് ജീവിക്കണം. കാരണം ഇന്നും നാളെയും അടുത്ത മാസമോ അടുത്ത വർഷമോ നിങ്ങൾ ചിന്തിക്കുന്ന അതാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നതും ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന അതാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ ഭാവി നിർണയിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. ഒരിക്കൽ ഞാൻ അരിസോണയിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഭീമാകാരമായ യന്ത്രങ്ങളിലൊന്ന് മണിക്കൂറിൽ 35 മൈൽ വേഗതയിൽ റോഡിലൂടെ 30 ടൺ അഴുക്കുപോലെ തോന്നുന്ന എന്തോ ഒന്നുമായി ഭൂമിയെ ചലിപ്പിക്കുന്ന രീതിയിൽ പായുന്നത് ഞാൻ കണ്ടു. ഭീമാകാരവും അവിശ്വസനീയവുമായ ഒരു യന്ത്രം.
ഒരു ചെറിയ മനുഷ്യൻ അതിന്റെ മുകളിൽ കയറി അവന്റെ കൈകൾ കൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ചു അതിനെ നയിക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ആ യന്ത്രത്തിന്റെ മനുഷ്യ മനസ്സുമായുള്ള സാമ്യം എന്നെ ഞെട്ടിച്ചു. ഇത്രയും വലിയ ഊർജ സ്രോതസ്സിന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് കരുതുക. നിങ്ങൾ ഇരുന്ന് കൈകൾ മടക്കി അതിനെ ഒരു കുഴിയിലേക്ക് ഓടിക്കാൻ ശ്രമിക്കുമോ? അതോ നിങ്ങൾ രണ്ട് കൈകളും ചക്രത്തിൽ മുറുക്കെ പിടിക്കുകയും നിയന്ത്രിക്കുകയും ഈ ശക്തിയെ ഒരു നിർദ്ദിഷ്ട മൂല്യവത്തായ ഉദ്ദേശത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണോ ചെയ്യുക? ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ഡ്രൈവർ സീറ്റിലാണ്. നോക്കൂ, നമുക്ക് വിജയം നൽകുന്ന നിയമം തന്നെ ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കണം. ഒരു മനുഷ്യനെ വിജയം, സമ്പത്ത്, സന്തോഷം, തനിക്കും കുടുംബത്തിനും വേണ്ടി അവൻ സ്വപ്നം കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ജീവിതത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന അതേ നിയമം തന്നെ അവനെ കുഴിയിലേക്കും നയിക്കും. നല്ലതോ ചീത്തയോ നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യം. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ വിചിത്രമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു രഹസ്യമെന്ന് വിളിക്കുന്നത്? വാസ്തവത്തിൽ ഇതൊരു രഹസ്യമല്ല. ആദ്യകാല ജ്ഞാനികളിൽ ചിലരാണ് ഇത് ആദ്യം പ്രഖ്യാപിച്ചത്. അത് ബൈബിളിലുടനീളം വെളിപ്പെടുത്തുന്നു. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമേ അത് പഠിച്ചിട്ടുള്ളൂ, മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് വിചിത്രമായത്. ചില വിചിത്രമായ കാരണങ്ങളാൽ ഇത് ഫലത്തിൽ ഒരു രഹസ്യമായി ഇന്നും തുടരുന്നു. നിങ്ങൾ പുറത്ത് പോയി നിങ്ങളുടെ പട്ടണത്തിന്റെ പ്രധാന തെരുവിലൂടെ നടന്ന് വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ഓരോരുത്തരോടും ചോദിക്കാൻ തുടങ്ങിയാൽ നിങ്ങളോട് പറയാൻ കഴിയുന്ന ഒരാളെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഈ വിവരം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്താൽ നമുക്ക് ഈ വിവരം വളരെ വളരെ വിലപ്പെട്ടതാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ജീവനക്കാരുടെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിന് വളരെയധികം വിലപ്പെട്ടതാണ്. ജീവിതം ഒരു ആവേശകരമായ സാഹസികതയായിരിക്കണം. അതൊരിക്കലും വിരസമായിരിക്കരുത്. ഒരു മനുഷ്യൻ പൂർണ്ണതയോടെ ജീവിക്കണം. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൽ അവൻ സന്തോഷിക്കണം. അവൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ചെയ്യണം, കാരണം അവൻ അത് നന്നായി ചെയ്യുന്നു. ഒരിക്കൽ ടോളിഡോ ഡെയിലി ബ്ലേഡിന്റെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന ഗ്രോവ് പാറ്റേഴ്സൺ ഒരു പ്രസംഗം നടത്തുന്നത് ഞാൻ കേട്ടു. തന്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇതുപോലെ പറഞ്ഞു: എന്റെ വർഷങ്ങളോളം പത്രവ്യാപാരത്തിൽ പല കാര്യങ്ങളും എന്നെ ബോധ്യപ്പെടുത്തി. ആളുകൾ അടിസ്ഥാനപരമായി നല്ലവരാണെന്നും നാം എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോകുന്നവരാണ്. അതുകൊണ്ട് നാം ഇവിടെയുള്ള സമയം ഒരു ആവേശകരമായ സാഹസികത ആക്കണം. പ്രപഞ്ചത്തിന്റെ ശില്പി എവിടെയും നയിക്കുന്ന ഒരു ഗോവണി നിർമ്മിച്ചിട്ടില്ല. എല്ലാവരുടെയും ഏറ്റവും വലിയ അധ്യാപകൻ ഗലീലി സമതലത്തിൽ നിന്നുള്ള ആ ആശാരി നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്കും സംഭവിക്കും എന്ന രഹസ്യം വീണ്ടും വീണ്ടും നമുക്ക് നൽകി. നിങ്ങളുടെ 30 ദിവസത്തെ ചലഞ്ച് ലോകത്തിലെ ഏറ്റവും വിചിത്രവും രഹസ്യവുമായ അത് നിങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയാം. ഈ രഹസ്യം ഒരു പ്രായോഗിക പരീക്ഷണത്തിന് വിധേയമാക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ സാധ്യമായ ഭീമമായ വരുമാനം നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാമെന്ന് ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആത്മപരിശോധന നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് എളുപ്പമായിരിക്കില്ല, പക്ഷേ നിങ്ങൾ ഇത് നന്നായി ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ മികച്ച രീതിയിൽ മാറ്റും. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനും പ്രകൃതി തത്വചിന്തകനുമായ സർ ഐസക് ന്യൂട്ടൺ നമുക്ക് ഭൗതിക ശാസ്ത്രത്തിന്റെ സ്വാഭാവിക നിയമങ്ങൾ നൽകി. അത് പ്രപഞ്ചത്തിലെ ശരീരങ്ങളുടെ ചലനത്തെ പോലെ മനുഷ്യർക്കും ബാധകമാണ്. ഈ നിയമങ്ങളിൽ ഒന്ന് ഇതാണ്: എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനമുണ്ട്. നിങ്ങൾക്കും എനിക്കും ഇത് ബാധകമാണ്. ലളിതമായി പറഞ്ഞാൽ, വില നൽകാതെ നമുക്ക് ഒന്നും നേടാനാവില്ല എന്ന്. നിങ്ങളുടെ 30 ദിവസത്തെ ഫലങ്ങൾ നിങ്ങൾ നടത്തുന്ന ശ്രമത്തിന്റെ പേരിലായിരിക്കും. ഒരു ഡോക്ടർ ആവാൻ നിങ്ങൾ നീണ്ട വർഷത്തെ കഠിനമായ പഠനത്തിന്റെ വില നൽകണം. എന്നാൽ നല്ല ജീവിതത്തിലേക്കുള്ള വഴി വിൽക്കുന്നതിൽ വിജയിക്കണമെങ്കിൽ നാം വില കൊടുക്കാൻ തയ്യാറായിരിക്കണം.
അപ്പോൾ എന്താണ് ആ വില? ശരി, ഇത് പല കാര്യങ്ങളാണ്. ഒന്നാമതായി, അക്ഷരാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വൈകാരികമായും ബൗദ്ധികമായും മനസ്സിലാക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണം. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, അത് പൂർണ്ണമായും മനസ്സിലാക്കുക. രണ്ടാമതായി, മനസ്സിൽ നിന്ന് എല്ലാ ചങ്ങലകളും അറുത്തു മാറ്റുകയും അത് ചെയ്യാൻ ദൈവികമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോലെ അത് ഉയരാൻ അനുവദിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പരിമിതികൾ സ്വയം അടിച്ചേൽപ്പിക്കുന്നതാണെന്നും ഇന്ന് നിങ്ങൾക്കുള്ള അവസരങ്ങൾ വിശ്വാസത്തിന് അതീതമാണെന്നുമുള്ള തിരിച്ചറിവാണ്. ഇത് ഇടുങ്ങിയ ചിന്താഗതികൾക്കും മുൻവിധികൾക്കും മുകളിൽ ഉയർന്നു നിൽക്കുന്നു. മൂന്നാമതായി, നിങ്ങളുടെ സ്വന്തം പ്രശ്നത്തെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിന് നിങ്ങളുടെ എല്ലാ ധൈര്യവും ഉപയോഗിക്കുക. നിങ്ങൾക്കായി കൃത്യമായതും വ്യക്തമായി നിർവചിക്കപ്പെട്ടതുമായ ഒരു ലക്ഷ്യം സജ്ജീകരിക്കുക. സാധ്യമായ എല്ലാ കോണുകളിൽ നിന്നും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളുടെ അത്ഭുതകരമായ മനസ്സിനെ അനുവദിക്കുക. സാധ്യമായ നിരവധി പരിഹാരങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി ഊഹിക്കാൻ നിങ്ങളുടെ ഭാവനയെ അനുവദിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ മതിയായ ശക്തമായ സാഹചര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ വിസമ്മതിക്കുക. നിങ്ങളുടെ ഗതി വ്യക്തമാകുമ്പോൾ ഉടനടി നിർണായകമായി പ്രവർത്തിക്കാനും റസൽ കോൺവെൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പോലെ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വജ്രങ്ങളുടെ മധ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന വസ്തുതയെക്കുറിച്ച് നിരന്തരം ബോധവാനായിരിക്കാനും ശ്രമിക്കുക. നാലാമതായി, നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ 10% മാറ്റിവെക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി അത് എന്ത് തന്നെയായാലും നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന് വലിയ സാധ്യതകളുണ്ടെന്നും അത് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടേതായ അത്ഭുതകരമായ ജീവിതം നേടാൻ നമ്മൾ ഓരോരുത്തരും നൽകേണ്ട വിലയിലെ പ്രധാന പോയിന്റുകളിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകാം. തീർച്ചയായും ഇത് വിലമതിക്കുന്നു. 1. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും. 2. ഭാവന എന്ന വാക്ക് എപ്പോഴും ഓർക്കുക. നിങ്ങളുടെ മനസ്സ് ഉയരട്ടെ. 3. ധൈര്യം. എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 4. നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ 10% മാറ്റിവെക്കുക. ഒപ്പം ആക്ഷൻ എടുക്കുക. ആശയങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാത്തിടത്തോളം കാലം ആശയങ്ങൾക്ക് വിലയില്ല. നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന 30 ദിവസത്തെ ചലഞ്ചിന്റെ രൂപരേഖ നൽകാൻ ഇനി ഞാൻ ശ്രമിക്കാം. ഈ ടെസ്റ്റ് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടാമെന്നും ഓർക്കുക. എല്ലാവരോടും പറയുന്ന 2 കാര്യങ്ങളുണ്ട്. 1. നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു. ഒപ്പം നമ്മൾ ഓരോരുത്തരും എന്തിനെയോ ഭയപ്പെടുന്നു. മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ഒരു കാർഡിൽ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കൂടുതൽ പണമായേക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാനോ ഒരു നിശ്ചിത തുക സമ്പാദിക്കാനോ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. അതൊരു മനോഹരമായ വീടായിരിക്കാം, ഇത് നിങ്ങളുടെ ജോലിയിലെ വിജയമായിരിക്കാം, ജീവിതത്തിലെ ഒരു പ്രത്യേക സ്ഥാനമായിരിക്കാം, അത് കൂടുതൽ യോജിപ്പുള്ള കുടുംബമായിരിക്കാം. നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിങ്ങൾ കാർഡിൽ പ്രത്യേകം എഴുതുക. ഇത് ഒരൊറ്റ ലക്ഷ്യമാണെന്നും വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. നിങ്ങൾ ഇത് ആരെയും കാണിക്കേണ്ടതില്ല, എന്നാൽ ഇത് നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക. അതുവഴി നിങ്ങൾക്ക് ദിവസത്തിൽ പലതവണ അത് നോക്കാനാകും. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും പോസിറ്റീവായി അതിനെക്കുറിച്ച് ചിന്തിക്കുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപും നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ അവസരങ്ങളിലും അത് നോക്കുക. നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനാൽ അത് ഉടൻ നിങ്ങളുടേതായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ അത് എഴുതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന നിമിഷം ഇത് ശരിക്കും നിങ്ങളുടേതാണ്. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൃദ്ധിയെ നോക്കുക. ഈ സമൃദ്ധിക്ക് ഏതൊരു ജീവജാലത്തെയും പോലെ നിങ്ങൾക്കും അവകാശമുണ്ട്. ചോദിക്കേണ്ടത് നിങ്ങളാണ്. ഇനി നമ്മൾ ബുദ്ധിമുട്ടുള്ള ഭാഗത്തേക്ക് വരുന്നു. ബുദ്ധിമുട്ടാണ്, കാരണം ഇതൊരു പുതിയ ശീലത്തിന്റെ രൂപീകരണമാണ്. പുതിയ ശീലങ്ങൾ എളുപ്പത്തിൽ രൂപപ്പെടുന്നില്ല. ഒരിക്കൽ രൂപപ്പെട്ടാൽ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ പിന്തുടരും. നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നതെന്ന്
നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നതെന്ന് ചിന്തിക്കുന്നത് നിർത്തുക. ഓരോ തവണയും ഒരു ഭയാനകമായ അല്ലെങ്കിൽ നിഷേധാത്മകമായ ചിന്ത നിങ്ങളുടെ ബോധത്തിൽ വരുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് മൂല്യവത്തായ ലക്ഷ്യത്തിന്റെ മാനസിക ചിത്രം ഉപയോഗിച്ച് അത് മാറ്റിസ്ഥാപിക്കുക. നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്ന സമയങ്ങൾ വരും. പോസിറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ നിഷേധാത്മകമായി ചിന്തിക്കാൻ ഒരു മനുഷ്യന് എളുപ്പമാണ്. അതുകൊണ്ടാണ് 5% മാത്രം ആളുകൾ വിജയിക്കുന്നത്. ആ ഗ്രൂപ്പിൽ നിങ്ങളെ തന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരുങ്ങണം. 30 ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. നിങ്ങൾ ചിന്തിക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ മനസ്സ് ചിന്തിക്കാവൂ. ഈ 30 ദിവസത്തെ ചലഞ്ചിനായി ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടതിലും കൂടുതൽ ചെയ്യുക. സന്തോഷകരമായ പോസിറ്റീവ് വീക്ഷണം നിലനിർത്തുന്നതിന് പുറമെ നിങ്ങൾ മുൻപ് ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം സ്വയം നൽകുക. ജീവിതത്തിൽ നിങ്ങളുടെ വരുമാനം നിങ്ങൾ നൽകുന്നതിന്റെ നേർ അനുപാതത്തിലായിരിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുക. ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങൾ ഉടൻ തന്നെ ഒരു വിജയകരമായ വ്യക്തിയാണ്. അവർ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാവുന്ന അപൂർവം വിജയകരവുമായ ആളുകളുടെ വിഭാഗത്തിലാണ് നിങ്ങൾ. അപ്പോൾ ഓരോ 100 ആളുകളിലും ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുന്നു. നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെ കൈവരിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കരുത്. അത് പൂർണ്ണമായും നിങ്ങളെക്കാൾ വലിയ ശക്തികൾക്ക് വിട്ടുകൊടുക്കുക. എവിടേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ മതി. ഉത്തരങ്ങൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വരും. ഗിരിപ്രഭാഷണത്തിലെ ഈ വാക്കുകൾ ഓർക്കുക. നിങ്ങളുടെ പരീക്ഷയുടെ ഈ മാസം അവ നിരന്തരം നിങ്ങളുടെ മുൻപിൽ വെക്കുക. ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. അതുപോലെ തന്നെ അത്ഭുതകരവും ലളിതവുമാണ്. അതുപോലെ തന്നെ അത്ഭുതകരവും ലളിതവുമാണ്. വാസ്തവത്തിൽ ഇത് വളരെ ലളിതമാണ്. സങ്കീർണമെന്നത് തോന്നുന്നത് നമ്മുടെ ലോകത്ത് ഒരു മുതിർന്നയാൾക്ക് തനിക്ക് വേണ്ടത് ഒരു ലക്ഷ്യവും വിശ്വാസവും മാത്രമാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. 30 ദിവസത്തേക്ക് നിങ്ങളുടെ പരമാവധി ചെയ്യുക. നിങ്ങൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾ മുമ്പ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതുപോലെ തിരക്കുള്ള രീതിയിലല്ല, മറിച്ച് നന്നായി ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് അർഹമായതും ആഗ്രഹിക്കുന്നതുമായ സമൃദ്ധി നൽകുമെന്ന ശാന്തമായും സന്തോഷത്തോടെയുമുള്ള ഉറപ്പോടുകൂടി മുമ്പോട്ട് പോവുക. നിങ്ങളൊരു ഗൃഹനാഥനാണെങ്കിൽ നിങ്ങളുടെ 30 ഡേ ചലഞ്ച് തിരിച്ച് ഒന്നും സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ സ്വയം പൂർണ്ണമായി സമർപ്പിക്കാൻ നീക്കിവെക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന തരത്തിലായിരിക്കും. നിങ്ങളുടെ ജോലി എന്തു തന്നെയാണെങ്കിലും 30 ദിവസത്തേക്ക് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അത് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ ഈ ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ അതിശയിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. മികച്ച എഡിറ്ററും എഴുത്തുകാരിയുമായ ഡൊറോത്തിയ ബ്രാൻഡ് ഇത് സ്വയം കണ്ടെത്തുകയും വേക്കപ്പ് ആൻഡ് ലൈവ് എന്ന തന്റെ മികച്ച പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. അവരുടെ മുഴുവൻ തത്വചിന്തയും പരാജയപ്പെടാൻ കഴിയാത്തതുപോലെ പ്രവർത്തിക്കുക എന്നതാണ്. അവരുടെ മുഴുവൻ തത്വചിന്തയും പരാജയപ്പെടാൻ കഴിയാത്തതുപോലെ പ്രവർത്തിക്കുക എന്ന വാക്കുകളിലേക്ക് ചുരുക്കിയിരിക്കുന്നു. ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി അവർ സ്വയം പരീക്ഷണം നടത്തി അവരുടെ ജീവിതം മുഴുവൻ മികച്ച വിജയത്തിലേക്ക് മാറ്റി. ഇനി നിങ്ങൾ 30 ദിവസം മുഴുവൻ നിങ്ങളെ തന്നെ പരീക്ഷണം നടത്തുക. പരീക്ഷയിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് വരെ പരീക്ഷ ആരംഭിക്കരുത്. സ്ഥിര ഉത്സാഹത്തോടെ നിങ്ങൾ വിശ്വാസമാണ് പ്രകടിപ്പിക്കേണ്ടത്. സ്ഥിര ഉത്സാഹം എന്നത് വിശ്വാസത്തിന്റെ മറ്റൊരു പദമാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല. നിങ്ങളുടെ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പെട്ടെന്ന് നിഷേധാത്മക ചിന്തകളാൽ വലയുന്നതായി ഞാൻ അർത്ഥമാക്കുന്നു. ആ നിമിഷം മുതൽ നിങ്ങൾ വീണ്ടും ആരംഭിക്കുകയും 30 ദിവസം കൂടി പോവുകയും വേണം. ഫലത്തിൽ ഒന്നും അസാധ്യമല്ലാത്ത ആ അത്ഭുതകരമായ ന്യൂനപക്ഷത്തിൽ ഒരാളായി നിങ്ങളെ കണ്ടെത്തുന്നതുവരെ ക്രമേണ നിങ്ങളുടെ പുതിയ ശീലം രൂപപ്പെടുത്തുക. കൂടാതെ കാർഡ് മറക്കരുത്. നിങ്ങൾ ഈ പുതിയ ജീവിത രീതി ആരംഭിക്കുമ്പോൾ അത് വളരെ വളരെ പ്രധാനമാണ്. കാർഡിന്റെ ഒരു വശത്ത് നിങ്ങളുടെ ലക്ഷ്യം എഴുതി വെക്കുക. അത് എന്ത് തന്നെയായാലും എഴുതി വെക്കുക.
മറുവശത്ത് ഇങ്ങനെ എഴുതി വെക്കുക: ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുക, അത് നിങ്ങൾക്കായി തുറക്കപ്പെടും. നിങ്ങളുടെ ടെസ്റ്റ് കാലയളവിൽ, നിങ്ങളുടെ ചലഞ്ച് കാലയളവിൽ, നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. ഡൊറോത്തിയ ബ്രാൻഡിന്റെ വേക്കപ്പ് ആൻഡ് ലൈവ്, ക്ലോഡ് ബ്രിസ്റ്റോളിന്റെ ദ മാജിക് ഓഫ് ബിലീവിംഗ്, നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നിവയും പ്രചോദനവും നൽകുന്ന മറ്റ് പുസ്തകങ്ങളും വായിക്കുക. പ്രചോദനമില്ലാതെ മഹത്തായ ഒന്നും നേടിയിട്ടില്ല. ഈ നിർണായകമായ ആദ്യ 30 ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വന്തം പ്രചോദനം ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന് കാണുക. എല്ലാത്തിനുമുപരി വിഷമിക്കരുത്. ഉത്കണ്ഠ ഭയം കൊണ്ടുവരുന്നു. ഭയം വികലമാകുന്നു. നിങ്ങളുടെ ചലഞ്ച് സമയത്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എല്ലാം സ്വയം ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ മുറുക്ക പിടിക്കുക എന്നതാണ്. മറ്റെല്ലാം സ്വയം നടന്നോളൂ. ശാന്തവും ഉന്മേഷവും നിലനിർത്താനും ഓർക്കുക. നിസ്സാര കാര്യങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താനും നിങ്ങളെ വഴിതെറ്റിക്കാനും അനുവദിക്കരുത്. ഇപ്പോൾ ഈ ചലഞ്ച് നടത്തുന്നത് ബുദ്ധിമുട്ടായതിനാൽ ശരി, ഞാൻ എന്തിനു ബുദ്ധിമുട്ടണം എന്ന് ചിലർ പറഞ്ഞേക്കാം. ബദൽ നോക്കുക. ആരും പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ വ്യക്തിയാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും ആശങ്കയും ഭയവും നിരാശയും നിറഞ്ഞ ജീവിതം ആരും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യണമെന്ന് ഓർക്കുക. നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾ വിതച്ചാൽ നിങ്ങൾ ജീവിതം നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ട് നിറയും. നിങ്ങൾ പോസിറ്റീവ് ചിന്തകളാണ് വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതവും സന്തോഷകരവും വിജയകരവും പോസിറ്റീവും ആയിരിക്കും. ഈ പുതിയ ശീലം രൂപപ്പെടുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് സ്വയം ഓർമ്മപ്പെടുത്തുന്നത് തുടരുക. നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഒന്നിച്ചു കൂട്ടുകയും കൃത്യമായ ഇടവേളകളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. നിയമം മനസ്സിലാക്കാതെ പണം സമ്പാദിക്കണമെന്ന് മിക്ക പുരുഷന്മാരും നിങ്ങളോട് പറയുമെന്ന് നിങ്ങൾക്കറിയാം. എന്തിനെയോ അല്ലെങ്കിൽ ഒരു ഫ്രീ റൈഡിനായി തിരയുന്നവരെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്നത് ഇതാണ്. പണം സമ്പാദിക്കാനുള്ള ഏക മാർഗം ആളുകൾക്ക് ആവശ്യമുള്ളതും ഉപയോഗപ്രദവുമായ സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ നൽകുന്നതിലൂടെയാണ്. നമ്മളുടെ ഉൽപ്പന്നമോ സേവനമോ മറ്റൊരാളുടെ പണത്തിനായി നാം കൈമാറുന്നു. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക വരുമാനം നമ്മുടെ സേവനത്തിന്റെ നേർ അനുപാതത്തിലായിരിക്കും എന്നതാണ് നിയമം. വിജയം പണം ഉണ്ടാക്കുന്നതിന്റെ ഫലമല്ല. പണം സമ്പാദിക്കുന്നത് വിജയത്തിന്റെ ഫലമാണ്. വിജയം നമ്മുടെ സേവനത്തിന്റെ നേർ അനുപാതത്തിലാണ്. ഭൂരിഭാഗം ആളുകൾക്കും ഈ നിയമം പിന്നോട്ടാണ്. നിങ്ങൾ ധാരാളം പണം സമ്പാദിച്ചാൽ നിങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വിജയിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിയൂ എന്നതാണ് സത്യം. എനിക്ക് ചൂട് തരൂ, എന്നിട്ട് ഞാൻ വിറക് കത്തിക്കാം എന്ന് പറഞ്ഞ ഒരാളുടെ കഥ പോലെയാണ് ഇത്. ഇതുപോലുള്ള മനോഭാവം പുലർത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും ജീവിതത്തിൽ ഇന്ന് ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ദശലക്ഷക്കണക്കിന് ഉണ്ട്. ചൂട് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ധനം ഇടണം. അതുപോലെ പണം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സർവീസിൽ ഏർപ്പെടേണ്ടതുണ്ട്. പണത്തെക്കുറിച്ച് സ്വയം ആശങ്കപ്പെടരുത്. സേവനത്തിൽ മാത്രമായിരിക്കുക. നിർമ്മിക്കുക, പ്രവർത്തിക്കുക, സ്വപ്നം കാണുക, സൃഷ്ടിക്കുക. ഇത് ചെയ്യുക. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഐശ്വര്യത്തിനും സമൃദ്ധിക്കും പരിധിയില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും. പരസ്പര വിനിമയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമൃദ്ധി സ്ഥാപിച്ചിരിക്കുന്നത്. അഭിവൃദ്ധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഏതൊരു വ്യക്തിയും സ്വയം അഭിവൃദ്ധി പ്രാപിക്കണം. ചിലപ്പോൾ നിങ്ങൾ സേവിക്കുന്നവരിൽ നിന്ന് തിരിച്ചുവരവ് ലഭിക്കില്ല. പക്ഷെ അത് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് വരും. കാരണം അതാണ് നിയമം. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതികരണമുണ്ട്. നിങ്ങളുടെ 30 ദിവസത്തെ ചലഞ്ച് കാലയളവ് ദിവസേന കടന്നു പോകുമ്പോൾ നിങ്ങൾ നൽകുന്ന സേവനത്തിന്റെ ഗുണനിലവാരവും അളവും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയം അളക്കുകയെന്ന് ഓർക്കുക. ഈ സേവനവും അളക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാണ് പണം. മറ്റുള്ളവരെ സമ്പന്നരാക്കാതെ ആർക്കും സ്വയം സമ്പന്നരാകാൻ കഴിയില്ല. ഈ നിയമത്തിന് അപവാദങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അമേരിക്കയിലെ ഏത് തെരുവിലൂടെയും കാർ ഓടിക്കാം. നിങ്ങളുടെ കാറിന് ആ തെരുവിൽ താമസിക്കുന്ന ആളുകൾ നൽകുന്ന സേവനം കണക്കാക്കാം. ഈ അളവ് പോലിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് രസകരമാണ്. ചിലർ, അതായത് പുരോഹിതന്മാർ, മറ്റ് അർപ്പണബോധമുള്ളവർ, സർവീസ് ചെയ്യുന്നവർ എന്നിവരെ പോലെ ആത്മീയ മണ്ഡലത്തിൽ അവരുടെ വരുമാനം അളക്കുന്നു. എന്നാൽ വീണ്ടും അവരുടെ വരുമാനം അവരുടെ സേവനത്തിന് തുല്യമാണ്. ഈ നിയമം പൂർണ്ണമായും മനസ്സിലാക്കിയാൽ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തം ഭാഗ്യം പറയാൻ കഴിയും.
അയാൾക്ക് കൂടുതൽ വേണമെങ്കിൽ അവൻ സേവനം നൽകേണ്ടിയവർക്ക് കൂടുതൽ സേവനം നൽകണം. കുറവ് വേണമെങ്കിൽ അവന്റെ സേവനം കുറച്ചാൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ നൽകേണ്ട വിലയാണിത്. മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം സമ്പന്നനാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ സ്വയം വഞ്ചിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയൂ. നിങ്ങൾ ശ്വാസിക്കുന്നത് പോലെ, നിങ്ങൾ പുറന്തള്ളുന്നത് പോലെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നിങ്ങൾ ഇത് ഒഴിവാക്കാൻ കഴിയുമെന്ന് കരുതിയാൽ ഒരിക്കലും ചെയ്യരുത്. ഇത് അസാധ്യമാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ജയിലുകളും തെരുവുകളും തങ്ങൾക്ക് വേണ്ടി മാത്രം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമുക്ക് മനുഷ്യരുടെ നിയമങ്ങൾ ഒഴിവാക്കാം, എന്നാൽ ലംഘിക്കാൻ കഴിയാത്ത വലിയ നിയമങ്ങളുണ്ട്. വിജയം സാക്ഷാത്കരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 6 ഘട്ടങ്ങൾ അടുത്തിടെ ഒരു മികച്ച മെഡിക്കൽ ഡോക്ടർ സ്വയം ചൂണ്ടിക്കാണിച്ചു. സ്വയം ഒരു നിശ്ചിത ലക്ഷ്യം വെക്കുക. സ്വയം പിന്തിരിഞ്ഞ് ഓടുന്നത് നിർത്തുക. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തതിന്റെ എല്ലാ കാരണങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക. പകരം നിങ്ങൾക്ക് സാധ്യമായ എല്ലാ കാരണങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന നിങ്ങളുടെ മനോഭാവം കണ്ടെത്തുക. നിങ്ങൾ ചിന്തിക്കുന്ന രീതി കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല എന്ന ആശയം ആദ്യം ലഭിച്ചത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരു വിവരണം എഴുതി നിങ്ങളുടെ ഇമേജ് മാറ്റുക. നിങ്ങൾ ആകാൻ തീരുമാനിച്ച വിജയകരമായ പ്രവൃത്തിയുടെ ഭാഗമായി പ്രവർത്തിക്കുക. ആ വാക്കുകൾ എഴുതിയ ഡോക്ടർ ഒരു പ്രശസ്ത സൈക്യാട്രിസ്റ്റ് ആണ്, ഡേവിഡ് ഹാരോൾഡ് ഫിങ്ക്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ ഉദയം മുതൽ എല്ലാ വിദഗ്ധന്മാരും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറുക. വിജയിക്കാതെ ജീവിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത്. നിങ്ങളുടെ 30 ദിവസത്തെ ചലഞ്ച് നടത്തുക, അത് ആവർത്തിക്കുക, തുടർന്ന് അത് വീണ്ടും ആവർത്തിക്കുക. മറ്റെന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് വരെ ഓരോ തവണയും അത് നിങ്ങളുടെ ഭാഗമായി മാറും. ഈ പുതിയ രീതിയിൽ ജീവിക്കുക. സമൃദ്ധിയുടെ പ്രവാഹങ്ങൾ തുറക്കുകയും നിങ്ങൾ സ്വപ്നം കണ്ടതിൽ കൂടുതൽ സമ്പത്ത് നിങ്ങൾക്ക് പകരുകയും ചെയ്യും. പണമോ? അതെ, ഒരുപാട്. എന്നാൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും എന്നതാണ്. ശാന്തവും സന്തോഷപ്രദവും വിജയകരമായ ജീവിതം നയിക്കുന്ന ആ അത്ഭുതകരമായ ന്യൂനപക്ഷത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് തന്നെ തുടങ്ങൂ. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് വിജയിക്കാൻ ഒരു ജീവിതമുണ്ട്.